അസകാനന്ദഗിരി സ്വാമികളുടെ ആശ്രമത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഏകദേശം 100 ഏക്കർ സ്ഥലം വരുന്ന ഒരു പ്രധാനപ്പെട്ട തിരുപ്പതിയിലുള്ള ഏർപ്പേട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ആശ്രമം. വളരെ മനോഹരമായ പച്ചപ്പുകളോട് കൂടിയിട്ടുള്ള ആശ്രമമാണ്. ശാന്തതയും സമാധാനവും ഏറ്റവും അധികം തങ്ങി നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലം. നമസ്കാരം. ഇത് ശ്രീനാരായണ ഗുരുദേവ പരമശിഷ്യൻ അസകാനന്ദഗിരി സ്വാമികളുടെ ആശ്രമമാണ്. 100 ഏക്കർ ഏകദേശം സ്ഥലം വരുന്ന ഒരു ആശ്രമം ആണിത്. ഇപ്പോൾ ഇവിടുത്തെ ആശ്രമ മഠാധിപതി സ്ഥലത്തില്ല, പകരം ഉള്ള സ്വാമിയാണിത്. സ്വാമി ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇവിടുത്തെ അസകാനന്ദഗിരി സ്വാമികളുടെ വിശ്രമ സ്ഥലമാണിത്. ഇവിടെ ആരാധന നടത്തുന്നു. വളരെയധികം ജനങ്ങൾ ഇവിടെ ധ്യാനത്തിന് വരുന്നു. ധ്യാനത്തിന് അസകാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട വിശ്രമ ഇടമാണിത്. ഇവിടെയായിരുന്നു അവസാനത്തെ ദിവസങ്ങളിൽ അസകാനന്ദ സിരി സ്വാമികൾ ഉണ്ടായിരുന്നത്. അസകാനന്ദ സിരി സ്വാമികൾക്ക് തിരുപ്പതിയിൽ നിന്നും ആ തിരുപ്പതി കമ്മിറ്റി തിരുപ്പതിയിൽ നിന്നുള്ള ആ കമ്മിറ്റിക്കാരാണ് അസകാനന്ദഗിരി സ്വാമികൾക്ക് അവിടെ നിന്നും ഇവിടെ ഒരു ആശ്രമം പണിത് ഇവിടെ താമസിക്കുവാനായിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാളഹസ്തിക്കും തിരുപ്പതിക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശ്രമമാണ്. ഏർപ്പേട് എന്ന് പറയും. ഏർപ്പേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് തിരുപ്പതിയിൽ വരുന്ന എല്ലാവർക്കും കാളഹസ്തിയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഇവിടെ ഇറങ്ങി അസകാനന്ദഗിരി സ്വാമികളുടെ സമാധി മന്ദിരവും ഇവിടുത്തെ ഈ ആശ്രമവും സന്ദർശിച്ച് ഇവിടുന്ന് അവർക്ക് വേണമെങ്കിൽ ആഹാരവും കിട്ടുന്നതാണ്. അത് ഒന്ന് തൊഴുതു പോകുന്നത് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ കൃപാകടാക്ഷങ്ങൾക്കും എല്ലാം നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഏർപ്പേട് ആശ്രമത്തിലാണ്. നന്ദി. നമസ്കാരം. ഇത് അസകാനന്ദഗിരി സ്വാമികളുടെ സമാധി മന്ദിരമാണ്. ഈ സമാധി മന്ദിരത്തിൽ ആണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വളരെയധികം ഈ തിരുപ്പതിയിലുള്ള എല്ലാ ജനങ്ങളും വന്ന് ആരാധന നടത്തുന്ന ഒരു വലിയ ആരാധനാലയമാണ്. ആന്ധ്ര, തെലങ്കാനയിലുള്ള ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വന്ന് പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് ഇവിടെ ആരാധന നടത്തുന്ന ഒരു ഇടമാണ്. അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സബലീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ ഒരു ക്ഷേത്രമാണ് ഈ സമാധി. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് നിൽക്കുന്ന സദാശിവയ്യ. സ്വാമിയെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. നാരായണ സ്വാമി ഞങ്ങളെ ഇവിടെ എല്ലാം ഇവിടെന്ന് കാണിക്കുകയായിരുന്നു. വളരെ വലിയ ഒരു സമാധി മന്ദിരം നമുക്ക് കാണാതെ പോകുന്നത് വളരെ നമുക്ക് നഷ്ടമാണ്. തിരുപ്പതി വരുന്ന ഏവരും ഇവിടെ വന്ന് സന്ദർശനം നടത്തണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. അസകാനന്ദഗിരി സ്വാമികളുടെ അന്നദാന മണ്ഡപമാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ
ആളുകൾ വന്ന് ഇവിടെ ഊണ് കഴിക്കാനായിട്ടുള്ള അന്നദാന മണ്ഡപമാണിത്. അന്നദാന മണ്ഡപം അസംഗാനന്ദഗിരി സ്വാമികളുടെ സമാധി മന്ദിരത്തിനോട് ചേർന്നുള്ള അസംഗാനന്ദ സ്വാമികളുടെ പ്രാർത്ഥനയോടൊപ്പം നടത്തുന്ന അന്നദാന മണ്ഡപം.